ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധൂസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബേസൻ ലഡു. ബേസൻ ലഡു എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ആ ലഡു ആണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നമുക്കിനി കാരണം ബേസൻ ലഡുവിൽ നെയ്യ് നല്ലതുപോലെ ഉണ്ടായാലേ അത് സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത്ര സോഫ്റ്റ് ആവില്ല. അതാണ് നെയ്യ് ധാരാളം ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് ദീപാവലിയാണ്, അല്ലെങ്കിൽ നമുക്ക് സ്വീറ്റ്സ് കുട്ടികൾക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പം ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഒരു 240 ml കപ്പിൽ കടലമാവ് ഇടുന്നുണ്ട്. നെയ്യ് നമുക്കിപ്പോൾ ആവശ്യാനുസരണം കുറേശ്ശെ പിന്നെയും ചേർക്കേണ്ടി വരും കേട്ടോ, ഇത്രയും മതിയാവില്ല. അതിപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഇട്ടു എന്ന് മാത്രം. ഇത് ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഇളക്കി എടുക്കാനായിട്ട്. കാരണം നെയ്യ് കുറവായി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയും സോഫ്റ്റ് ആവില്ല. ഞാനിവിടെ സാധാരണ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുറയ്ക്കും, കാരണം വെച്ചാൽ പിള്ളേർക്ക് നെയ്യ് അധികം നല്ലതല്ലല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ അപ്പോൾ അത്ര സോഫ്റ്റ് ആവില്ല. നല്ലോണം നെയ്യ് ഒഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ വല്ല ഫംഗ്ഷൻസിനൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നല്ലതുപോലെ നെയ്യ് ഒഴിക്കും. അപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക, അത്രയും സോഫ്റ്റ്, വായിൽ വെച്ചാൽ അലിയെന്ന് പറഞ്ഞ പോലത്തെ സ്റ്റേജിലേക്ക് ആവും. അപ്പോൾ നമ്മളുടെ കടലമാവ് നെയ്യിൽ കിടന്നിട്ട് നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. അതിങ്ങനെ നല്ല തരിതരി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് എന്താ പറയുക, അത് നെയ്യ് പുറത്ത് വരുന്ന രീതിയിലേക്ക് നമുക്ക് ഒന്നും കൂടെ അതിനെ ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല റോസ്റ്റഡ് ഇതിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. നല്ല കടലമാവ് നെയ്യിൽ കിടന്ന് റോസ്റ്റ് ചെയ്യണം, നല്ല എന്താ പറയുക അതേപോലത്തെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്തോളൂ കേട്ടോ. അതേ നെയ്യ് നല്ലോണം ഇതിലെല്ലാത്തിലും ആയിട്ടുണ്ട്. ഇനി ഈ നെയ്യൊക്കെ ഇതിൽ നിന്ന് നെയ്യ് വിട്ടു വരുന്ന ഒരു പരുവാവണം. അപ്പോഴാണ് അത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരിക. ആ വരുന്ന സമയത്ത് നമുക്ക് ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ചേ ഉള്ളൂ എന്ന്. ഇതിപ്പോൾ ഒരു 3-4 ലഡുവിനുള്ളതേ ഉള്ളൂ കേട്ടോ. 250 ml കപ്പിലെടുത്താൽ. ഇതിപ്പോൾ നെയ്യ് ഇതിൽ ആവശ്യത്തിനുണ്ട്. നെയ്യ് ഇപ്പോൾ നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നി, നെയ്യ് അധികം വേണ്ട എന്നൊരു സിറ്റുവേഷൻ തോന്നുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂണിൻ്റെ അത്രയ്ക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ ചൂടാറാനായിട്ട് വെക്കുകയാണ്. നമുക്ക് ഇതിപ്പോൾ കാഷ്യൂസും ബദാമുമാണ്. അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ മിക്സ് ഉണ്ടാക്കുമ്പോൾ അതിലിട്ടിട്ടായാലും ചെയ്യാം കേട്ടോ. അതിൽ നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ടും ചെയ്യാം. ഞാനിപ്പോൾ അതിലിട്ടില്ല, അപ്പോൾ അതുകൊണ്ടൊന്ന് പുറത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മിക്സ് നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് വെച്ചിരുന്നു. ഇപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നട്ട്സ് റോസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര പൊടിക്കുമ്പോൾ ഞാൻ അതിലേക്ക് ഏലക്കായും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് വേണം. ഈ മിക്സ് തണുക്കണം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര അതിൽ കിടന്നിട്ട് അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് മിക്സ് തണുത്തിട്ട് നല്ലതുപോലെ തണുക്കണം. തണുക്കാനായിട്ട് നമുക്ക് വേഗം തണുക്കാൻ ഫാൻ്റെ ചോട്ടിലോ എന്തെങ്കിലും വെച്ച് വേഗം തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് വേണം പഞ്ചസാര ചേർക്കേണ്ടത്, അല്ലെങ്കിൽ പഞ്ചസാര വെള്ളമായിട്ട് ഇരിക്കും. അപ്പോൾ പിന്നെ അതിന് ഒരു ലഡു വെള്ളമായി പോയാൽ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അളവ് പറയാം. 1 കപ്പ് കടലമാവിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കിട്ടാനായിട്ട് ഒരു എന്താ പറയുക 1/4 കപ്പിലും കുറച്ച് കൂടുതൽ എടുത്തിട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കിട്ടും. അതുപോലെ തന്നെ പിന്നെ കുറച്ച് നട്ട്സ് എടുക്കുക. നട്ട്സ് ഏലക്കായൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്. ഏലക്കായുടെ ഒരു ഫ്ലേവർ ഉണ്ടാവാനാണ് ഏലക്കായ പൊടി ചേർക്കുന്നത്. അത് ഞാൻ പഞ്ചസാരയുടെ കൂടെ പൊടിച്ചിട്ടുണ്ട് ഇതിലിട്ടത്. പിന്നെ നെയ്യ് ചേർക്കണം. നെയ്യ് ഒരു 1/4 കപ്പ് എടുത്താൽ മതിയാവും. ആദ്യം നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ രണ്ടാമത് കുറച്ചും കൂടെ ഒഴിക്കാം. നെയ്യ് നല്ലതുപോലെ തെളിഞ്ഞ് വരണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു.
എന്നാലും ഞാൻ അളവുകൾ ഒന്നും കൂടെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും ഈ ദീപാവലിക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം. പിന്നെ മധുരം ഇപ്പോൾ കുറച്ചും കൂടി കൂടുതൽ വേണം. ഇതിപ്പോൾ ഞാൻ സാധാരണ ഒരുവിധം നോർമൽ ലഡുവിൻ്റെ നല്ല മധുരം ഉണ്ടാവും. പോരാത്തവർക്ക് 1/4 കപ്പ് എന്നുള്ളത് കുറച്ചും കൂടെ വേണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ. അത് അതിമധുരമാവും, വല്ലാതെ മധുരമാവും. അപ്പം നമുക്ക് ഒരെണ്ണം കഴിക്കുമ്പോഴേക്കും തന്നെ മടുത്തു പോവും. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇത് നോർമൽ നമ്മുടെ സാധാരണ ലഡുവിന് ആവശ്യമുള്ള നല്ല മധുരമുണ്ട്, അങ്ങനെ ചെയ്യാം. ഇനി നമുക്കിതിനെ ഒരു ഉണ്ട പിടിക്കാം. ബേസൻ ലഡു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വായിൽ വെച്ച് അലിഞ്ഞ് പോണ അത്രയും ടേസ്റ്റാണ് കേട്ടോ. നോർത്ത് ഇന്ത്യയിലൊക്കെ അവരെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെ കടലമാവ് നേരിട്ട് മേടിക്കില്ല. അവർ കടല കുതിർത്തി അരച്ചെടുത്തിട്ടാണ് അവർ ചെയ്യുക. കുതിർത്തി അരക്കല്ല, ഉണക്കി പൊടിക്കുകയാണ് ചെയ്യുക കേട്ടോ. ചൂടാക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പൊടിച്ചിട്ടാണ് എടുക്കുക. നമ്മളിവിടെ റെഡിമെയ്ഡ്, ഞാനൊക്കെ ഇപ്പം ഇവിടെ റെഡിമെയ്ഡാണ് ചെയ്യുന്നത്. കടലമാവ് മേടിക്കുക ആ പരിപാടിയാണ്. ഇനി ഇതുപോലെ നമുക്കെല്ലാം ഉണ്ട ഉരുട്ടാം. എൻ്റെ ഒന്നും ഉണ്ടയാവില്ല കേട്ടോ. ഞാൻ ഇതേവരെ ഒരു സാധനം ഉണ്ട ഉരുട്ടിയിട്ട് ഉണ്ടയുടെ ഷേപ്പിൽ കിട്ടാറില്ല. എന്നാലും ഏതെങ്കിലും ഒരു ഷേപ്പിൽ കിട്ടും. കണ്ടില്ലേ, നമ്മുടെ സ്വാദിഷ്ടമായ ബേസൻ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന കളറല്ല കേട്ടോ, ഇതിനൊരു ലൈറ്റ് മഞ്ഞ കളറാണ് ശരിക്കും ലഡുവിനുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളോ. ഈ ദീപാവലിക്ക് ഇതൊന്ന് ചെയ്തോളോ, വളരെ എളുപ്പമാണ്. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.